ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ ഇന്നത്തെ യാത്ര തലശ്ശേരിയാണ് ഞാനുള്ളത്. തലശ്ശേരി വെറൈറ്റി ആയി എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഇറച്ചിച്ചോറ്, എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ. ഇതാണ് ഇറച്ചിച്ചോറ്. 100 രൂപയാണ് ഇതിൻ്റെ വില. അത്യാവശ്യം നല്ലതുപോലെ തന്നിട്ടുണ്ട്. ഇറച്ചി എൻ്റെ പൊന്നു, ഇതെന്താണ്, കല്ലാണോ ഇറച്ചിയാണോ? ഒരു പീസ്, 2 പീസ്. പിന്നെ കുറേ സലാഡൊക്കെ തന്നിട്ടുണ്ട്. ചെറിയൊരു കട, തലശ്ശേരി ബീച്ചിൻ്റെ അടുത്തുള്ള ചെറിയൊരു കടയിൽ നിന്ന് ഇറച്ചിച്ചോറ് കഴിച്ചു. പിന്നെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ച് നടന്നു കുറേ ബീച്ചിൻ്റെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട്, കടൽപ്പാലമൊക്കെ കണ്ട് നടന്നു. എനിക്കിവിടെ ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ മുന്നിൽ ഒരു പുതിയ ബിൽഡിംഗ് ഒന്നുമില്ല. എല്ലാം പഴയ പുരാതനമായ ബിൽഡിങ്ങുകൾ. ഇത് നന്നായിട്ടുണ്ട്, തലശ്ശേരിന്ന് എഴുതിയത്. ഇത് വെറൈറ്റി. അവിടെ ഒരു വെറൈറ്റി ഫുഡ് സ്പോട്ട് കാണുന്നുണ്ട്, പോയി നോക്കട്ടെ. ഇപ്പോൾ ഇറച്ചിച്ചോറ് കഴിച്ചത് കൊണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. ചിക്കൻ കബാബ് 40 രൂപ. കടലിലേക്ക് നല്ല ചെറിയൊരു റെസ്റ്റോറൻറ്റ്, നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പല ചിക്കൻ പണികളായി. 40 രൂപയാണ് ഇതിൻ്റെ വില. തലശ്ശേരിയുടെ ഈ സ്ട്രീറ്റിലാണ് പല റീൽസും ജനിക്കുന്നത്. ഇവിടുന്നാണ് പല റീൽസും വൈറലായത്. അതെടുക്കുന്ന സ്പോട്ട്. റീൽസിന് പറ്റിയ അടിപൊളി സ്പോട്ടാണ്, പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ അതിനുള്ളൊരു മൂഡില്ല. അങ്ങനെ വേറൊരു ഫുഡ് സ്പോട്ടിലെത്തി. ഇവിടെ സ്നാക്സ് ആണ്, പല എണ്ണ പലഹാരങ്ങളാണ്. തലശ്ശേരിയുടെ വെറൈറ്റി ടൈപ്പ് പലഹാരങ്ങൾ. ഞാൻ ആദ്യം ഇതൊന്ന് വാങ്ങി, കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. അടിപൊളി ടേസ്റ്റാണ്. ഇറച്ചിയാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തത്. 20 രൂപയായിരുന്നു. അടിപൊളി ടേസ്റ്റ്. പിന്നെയും വെറൈറ്റി വിലയിരുത്തി പലഹാരങ്ങളാണ്. പിന്നെ ഇതൊന്ന് വാങ്ങി. ഇത് കോഴിക്കോടുമുണ്ട്, എന്നാലും കണ്ടപ്പോഴൊന്ന് ഇവരുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി. അടിപൊളി ടേസ്റ്റ്. ഓംപ്ലേറ്റിൽ പഞ്ചസാരയൊക്കെ ചേർത്തതുപോലെ. എന്ത് രുചിയാണെന്നറിയോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൂർ തലശ്ശേരി പോയാൽ ഞാൻ ഈ പത്തിരി കഴിക്കും. ജീരകമൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ടാവും. ഭക്ഷണമൊക്കെ കഴിച്ച് ഏതൊക്കെയോ വഴിയിലൂടെ കോട്ട ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ കോട്ടയിലെത്തി. തലശ്ശേരി കോട്ടയുടെ കാഴ്ചകൾ കാണാം ഇനി കുറച്ച്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ തീരത്ത് തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് 1708 സ്ഥാപിച്ച ഈ കോട്ട. ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇതിൻ്റെ ഉള്ളിലെ കവാടങ്ങളും ഇതിൽ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴികളുമൊക്കെയുണ്ട്.
ചതുരാകൃതിയിൽ പണിത കോട്ടയ്ക്ക് 2 മനോഹരമായ കവാടമുണ്ട്. തുടക്കത്തിൽ കച്ചവട കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഇത് സൈനിക കേന്ദ്രമായും കാരാഗൃഹമായും മാറുകയുണ്ടായി. ഒരു ഗുഹ പോലെ കാണുന്നുണ്ട്. ഇത് കടലിലേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയാന്ന് തോന്നുന്നു. പക്ഷെ അടച്ചിട്ടുണ്ട് അവിടെ. എവിടെ തിരിഞ്ഞു നോക്കിയാലും കപ്പിൾസും കാമുകിമാരുമാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് രസം കാണാൻ. ഒരു നടപ്പാത പോലെ, ഇത് ശത്രുക്കളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി, ആയുധങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു വഴിയായിരിക്കും. ചെറിയ കോട്ടയാണെങ്കിലും അടിപൊളി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തീർത്ത മഹാ അത്ഭുതം എന്ന് പറയും. കാരണം ഇന്നത്തെ എൻജിനീയറിങ്ങോ ഒന്നും നിലവിൽ വരാത്ത കാലത്താണ് ഇങ്ങനെയൊക്കെ തീർത്തത്. അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ തീർക്കണമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ചരിത്രം, അന്നത്തെ അവരുടെ കഴിവ്. ജയിലായിരിക്കും ഇന്നത്തെ കാലം. ശത്രുക്കളെ നിരീക്ഷിക്കാൻ ഒരു ഗോപുരം പോലെ.